ഇങ്ങനെ നിന്നിട്ട് മുകളിലേക്ക് നോക്കലാണോ? അത് ശരിയായ രീതിയല്ല. മനസ്സിലാക്കിയോളൂ. ഇങ്ങനെ നിൽക്കുന്നതും ഈ കാല് കുറച്ച് മുന്നോട്ട് കയറ്റി വെച്ചിട്ട് ഹിപ്പിന്റെ ഭാഗത്ത് താഴേക്ക് പുഷ് ചെയ്ത് മുകളിലേക്ക് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. സൂര്യ നമസ്കാരം ശരിയായ രീതിയിൽ എങ്ങനെ പഠിക്കാം? പാർട്ട് 5. നമ്മൾ അവസാനം വന്നെത്തിയത് അധോമുഖ ശ്വാനാസനത്തിലാണ്. ഇൻവേർട്ടഡ് വി പൊസിഷനിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടുന്ന് കാല് കയറ്റി വയ്ക്കുക എന്നുള്ളതാണ്. റൈറ്റ് ലെഗ് ഓൾ ദ വേ ഫോർവേഡ്. ഒറ്റ അടിക്കേണ്ട കാല് കയറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് അങ്ങനെ വെക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ചില ആളുകൾ വെക്കുമ്പോൾ ഇത്രേ വരുള്ളൂ. ഇങ്ങനെ നിന്നിട്ട് മുകളിലേക്ക് നോക്കലാണോ? അത് ശരിയായ രീതിയല്ല. മനസ്സിലാക്കിയോളൂ. ഇങ്ങനെ നിൽക്കുന്നതും ഈ കാല് കുറച്ച് മുന്നോട്ട് കയറ്റി വെച്ചിട്ട് ഹിപ്പിന്റെ ഭാഗത്ത് താഴേക്ക് പുഷ് ചെയ്ത് മുകളിലേക്ക് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. രണ്ട് പോസ്റ്ററാണ്. ശരിയായ രീതി ഇങ്ങനെയാണ്. കാലിൻ്റെ മുട്ട് മുതൽ ആംഗിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ കാല് ഇങ്ങനെ വെച്ചിട്ടൊന്നും മുകളിലേക്ക് നോക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഈ കാല് കയറ്റി വയ്ക്കുമ്പോൾ ചിലർക്ക് ഒറ്റയടി കയറ്റി വയ്ക്കാൻ പറ്റില്ല. ചില വണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ കയറ്റി വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അവർക്ക് വേണ്ടി കാലിന് മുട്ട് കുത്തിയിട്ട് കാല് കയറ്റി വയ്ക്കുന്നതിൽ തെറ്റ് പറയാനില്ല. പക്ഷെ ഭാവിയിൽ അത് മാറ്റിയെടുക്കണം. മാറ്റിയത് കറക്റ്റ് ആയിരിക്കും. ഇതാണ് കറക്റ്റ് അടുത്ത പൊസിഷൻ. ഇവിടെ നേരെ മുകളിലേക്ക് നോക്കാം. ഇവിടെ അടുത്ത കാല് കയറ്റി വയ്ക്കണം. ലെഫ്റ്റ് ലെഗ് ഓൾസോ ഫോർവേഡ്. പാദഹസ്താസൻ അല്ല, ഈ പാദഹസ്താസന വരുമ്പോൾ എപ്പോഴും കൈകൾ താഴെ പതിപ്പിക്കാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും ചെയ്തു വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, സോ ട്രൈ ടു ഫിക്സ് ദ പാം സൈഡ് ഓഫ് ദ ഫീറ്റ് നൗ. ഇനി തിരിച്ചു തന്നെ എങ്ങനെയാണ്? നേരെ നിവർന്ന് വന്നിട്ട് നേരെ പുറകിലേക്ക് വളയും അല്ലേ? അങ്ങനെയൊന്നും വളയാൻ പാടില്ല. ശ്രദ്ധിച്ചോളൂ. എങ്ങനെ മുന്നോട്ട് പോയോ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എങ്ങനെ മുന്നോട്ട് പോയി അതുപോലെ തിരിച്ചു വരണം. സോ ഫ്രം ദിസ് പൊസിഷൻ കൈകൾ നേരെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. സ്പൈൻ ഇറക്റ്റ് ചെയ്യുക. നേരെ നോക്കുക. കമം ഓൾ ദ വേ അപ്പ്. കൈ തൊഴുത് പിടിക്കുക. ഡ്രോപ്പ് യുവർ ഹെഡ് ബാക്ക്. ആംസ് ബാക്ക്. എക്സേൽ ഡൗൺ. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സൂര്യ നമസ്കാരം പൂർണ്ണമായിട്ട് ശരിയാക്കാം. എൻ്റെ ഫുൾ വീഡിയോ എങ്ങനെ മൊത്തമായിട്ട് ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോ ചെയ്തിട്ടിരിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്തേ.